ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു KS-ൻ്റെ. ഇന്ന് KS-ൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് 7-ാം തീയതി വരും എന്ന് PSC പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ പരം സന്തോഷം ഇനി ഉദ്യോഗാർത്ഥികൾക്ക് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു എക്സാമിന് കട്ട് ഓഫ് മാർക്കില്ലേ? അതേപോലെ തന്നെ ഒറ്റത്തവണ എക്സാം മാത്രമാണോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ നിലവിലെ വേക്കൻസി എന്ന് പറയുന്നത് 1000-ന് മുകളിലേക്കൊരു വേക്കൻസി ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയുണ്ടോ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുകൊണ്ട് ഒത്തിരി അധികം സന്തോഷം ഉണ്ടാക്കും. അതേപോലെ തന്നെ എന്താണ്, അവരൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും മുട്ടിപ്പായി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വളരെ വ്യക്തമായിട്ട് ഒരു വൈഡായിട്ടൊരു സിലബസാണ് ഈ പറയുന്ന KS എക്സാമിന് വേണ്ടിയിട്ട് PSC കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, പ്രിലിംസ് എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഏകദേശം ഇനി 4 മാസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് PSC ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ഇത്ര ദിവസം കൊണ്ട് ഇതിൻ്റെ എക്സാം നടത്തി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് എന്തായാലും PSCക്ക് വലിയൊരു സല്യൂട്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇത്രയും ചുരുങ്ങിയ, അതായത് ഏകദേശം 50-ൽ താഴെ മാത്രം വരുന്ന ഒരു പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KS-ൻ്റെ ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര കടമ്പകൾ കടന്നിട്ട് വേണം മക്കളെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട്. ഞാൻ ഒരിക്കലും ഇത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. കാരണം എല്ലാവരും പറയുന്നു ഇത് ഭയങ്കര അധികം സന്തോഷമാണ്, ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി തുള്ളിച്ചാടുകയാണ്, എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മുട്ടുപ്പായി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു, കാരണം അത്രത്തോളം കാത്തിരുന്ന ഒരു എക്സാം ആണെന്നൊക്കെ. ഇങ്ങനെയൊക്കെ കാത്തിരുന്ന കുറേ എക്സാമുകൾ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി. അതിൻ്റെയൊക്കെ കട്ട് ഓഫും അതേപോലെ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഡിലീഷൻ പോയ ചോദ്യങ്ങളും എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നും എന്താണ് ആർക്കും പ്രതികരിക്കാനുണ്ടായില്ല. അപ്പോൾ ഇന്ന് അടുത്തൊരു സംഭവമാണ് ഈ പറയുന്ന KS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 6 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് KS-ൻ്റെ. അന്ന് ഈ പറയുന്ന KS എക്സാമിന് പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് നിലവിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഏകദേശം 35-ൽ പരം താഴെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. ഇതിൻ്റെ അകത്ത് സ്ട്രീം 1-ലെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ഡിഗ്രി പാസ്സായ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ, അവരാണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. സ്ട്രീം 2 എന്ന് പറയുന്നത് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അവരാണ് സ്ട്രീം 2 കാറ്റഗറിപ്പെട്ട ആളുകൾ. ഇനി സ്ട്രീം 3 എന്ന് പറയുന്നതാണ് ഗസറ്റഡ് റാങ്കിൽപ്പെട്ട നിലവിലത്തെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന സ്ട്രീം 3 എന്ന് പറയുന്നത്. ഈ 3 കാറ്റഗറിക്കും PSC വ്യത്യസ്ത കട്ട് ഓഫ് ആണ് നിലവിൽ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് സ്ട്രീം 1-ലെ ഉദ്യോഗാർത്ഥികളാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്ക് 77 ആയിരുന്നു, 200-ൽ 77 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അത് പ്രിലിംസിൻ്റെ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ സ്ട്രീം 2 എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 200-ൽ 60 മാർക്കും. സ്ട്രീം 3 അതായത് ഗസറ്റഡ് പോസ്റ്റിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 40-45 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറിയിലാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തതയോടുകൂടി തന്നെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പഠനം എങ്ങനെയാണ് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഇതിന് വേണ്ടിയിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു എന്താണ് മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് പ്രിലിംസ് എക്സാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് തന്നെയാണ് ഈ പ്രാവശ്യവും PSC എന്ത് ചെയ്യുന്നത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 1 അതിൻ്റെ അകത്ത് ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് കേരള, ഏൻഷ്യൻ മെഡീവൽ പീരീഡ് ഉണ്ടാവും, മോഡേൺ പീരീഡ് കേരള ഹിസ്റ്ററി വരും, അതേപോലെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഫ്രം 18th സെഞ്ച്വറി. അങ്ങനെ വലിയൊരു വൈഡ് ടോപ്പിക്കാണ് പേപ്പർ 1 വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പേപ്പർ 2 ആണ് എക്കോണമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അതേപോലെ തന്നെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ അകത്ത് വരുന്നതാണ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അതിൻ്റെ അകത്ത് മലയാളം, അത് നമുക്ക് മലയാളമാണ് മിക്കപ്പോഴും എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ 4 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക. ഒരിക്കലും ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒത്തിരി എക്സാമുകൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നതിൻ്റെ മെയിൻസ് വരുന്നുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം വരുന്നുണ്ട്. അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS, അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അങ്ങനെ ഒത്തിരി എക്സാമുകൾ വരുന്നുണ്ട്. ബെവ്കോ LDC വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അപ്കമിങ് എക്സാംസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് റണ്ണിങ് ആണ്. ഇതിനേക്കാളൊക്കെ വലിയൊരു എന്താണ് പോസ്റ്റ് തന്നെയാണ് എപ്പോഴും KS എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള പഠനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഒരു പഠനം കൊണ്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് തന്നെ ചിന്തിച്ചു നോക്കാം. ഏതാണ് നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നേടാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. വെറുതെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങി തന്നിരിക്കും. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കടക്കേണ്ട കടമ്പകൾ എന്ന് പറയുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും 50-ൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതും എന്താണ് 30-ൽ അല്ലെങ്കിൽ 30, മാക്സിമം 30-35 ഉദ്യോഗാർത്ഥികൾ. അത്രയും വലിയൊരു കോമ്പറ്റീഷനുള്ള ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് 2026 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോഴേ മുതൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ വരുന്ന ബാക്കിയുള്ള എക്സാംസുകൾ ക്രാക്ക് ചെയ്താലും ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ 100% ഗ്യാരണ്ടി പറയാണ് നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ചിരിക്കും. പക്ഷേ ഇതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അവസാനം എങ്ങുമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും LDCയുടെ സമയത്തും വാഗ്ദാനങ്ങൾ കൊണ്ട് എല്ലാവർക്കും വരാനായിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ നിറവേറ്റാനാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നതാണോ? കാരണം എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അത്രയും വലിയ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഇത്രയും ചുരുങ്ങിയ അളവിൽ എന്നെ കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റുമോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പുറകെ നമുക്ക് കൂടാം. അതായത് ഫുൾ ടൈം ഇതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗാർത്ഥി രാവിലെ കറക്റ്റ് നിങ്ങൾക്ക് പറയുന്ന ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഇത്രയും സിലബസ് ഒരു 2 ടൈംസ് എങ്കിലും കംപ്ലീറ്റ് പ്രിലിംസിന് മുന്നേ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മൊത്തമായിട്ട്, അതായത് നമ്മുടെ മുന്നിൽ വെറും 4 മാസം, എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടി എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ വന്നു കഴിയുമ്പോൾ അവസാനം ഭയങ്കരമായിട്ട് BP കൂടി അവസാനം എന്താണ് ബോധം കെട്ട് വീഴുന്ന ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ട്രീമിലും എത്ര അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 അങ്ങനെ നിലവിൽ എന്താണ് 3 കാറ്റഗറികളിലാണ് നിലവിൽ എക്സാം നടന്നത്. അതിൻ്റെ അകത്ത് സ്ട്രീം 1-ൽ പോയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും 37 അഡ്വൈസ്. നോക്കി, ടോട്ടൽ അഡ്വൈസ് സ്ട്രീം 1 37, സ്ട്രീം 2 35, സ്ട്രീം 3 എന്ന് പറയുന്നത് 36 ആണ് നിലവിൽ ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്നത്. സ്ട്രീം 1-ൽ ലാസ്റ്റ് അഡ്വൈസ് 20/1/2022, സ്ട്രീം 2 ആണെങ്കിൽ 25/10/2021, സ്ട്രീം 3 ആണെങ്കിൽ 22/2/2022 ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നോക്കിയേ
അതായത് ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്നത് നിലവിലെ 24 സ്ട്രീം 1ൻ്റെ. ഓക്കെ, നോക്കി, റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് സ്ട്രീം 1 ആണ്. എത്ര? 24 മാത്രമാണ് ഓപ്പൺ കാറ്റഗറി. അതേപോലെ തന്നെ സ്ട്രീം 2, അതായത് നിലവിലെ സർക്കാർ ഉദ്യോഗസ്ഥരിലുള്ള ആളുകൾ, അതിൻ്റെ അകത്ത് ഓപ്പൺ കാറ്റഗറി 21 പോയിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രീം 3 നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓപ്പൺ കാറ്റഗറി 22 പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു വേക്കൻസി മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. അതായത് 50-ൽ താഴെ എന്ന് ഞാൻ പറഞ്ഞത് ഇനിയും എന്താണ് ഈ പറയുന്ന 6 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു റാങ്ക് ലിസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ എന്താണ് എങ്ങാനും എന്നേ പറയുന്നുള്ളൂ. ഒരിക്കലും 50-ൽ മുകളിലേക്കൊന്നും പോകാനായിട്ട് ചാൻസ് ഒന്നുമില്ല. ഇപ്പോഴേ മുതൽ KS വാങ്ങിത്തരാം, അല്ലെങ്കിൽ KSൻ്റെ എക്സാം സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ച് കിടിലമാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? അതേപോലെ തന്നെ എത്ര അധികം സന്തോഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത്രേ ഉള്ളൂ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിലവിലത്തെ ഒരു വേക്കൻസിയും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് മക്കളെ KS എന്ന് പറയുന്നത്. കാരണം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം നമ്മൾ ഈ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ അവസാനം ഭയങ്കര അധികം സങ്കടത്തിലേക്ക് പോകും. അപ്പോൾ അതിലൊക്കെ നല്ലത് നമ്മളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു എക്സാം നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്ട്രീം 2 എന്ന് പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി, അതായത് സർക്കാർ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന സ്ട്രീം 2ലേക്ക് എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സ്ട്രീം 3 ആളുകളുണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അവർക്കും എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നിലവിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സാമിന് പോയാലും പ്രശ്നമില്ല. കാരണം നമ്മുടെ കയ്യിലൊരു ജോലിയുണ്ട്, നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം എന്താണ്, കിട്ടിയില്ലെങ്കിലും നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല, നമ്മുടെ ജീവിതം സേഫാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇതിന് വേണ്ടിയിട്ട് ഒരു ബിഗിനർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം 2026 ഫെബ്രുവരിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു 25-ൽ താഴെ വരുന്ന നിയമനങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുവരെയും നിങ്ങൾ പോയ എക്സാമുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം 10ഓളം വരുന്ന എക്സാമുകൾ നിങ്ങൾ കളഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എക്സാംസുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കൈപ്പിടിയിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുൾ ടൈം നിങ്ങൾ ഇതിലേക്ക് വേണ്ടി ഇരുന്ന് പഠിക്കാനായിട്ട് തയ്യാറാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു കാലിബർ ഉണ്ട്. അതായത് ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+, +2 നിങ്ങൾ എന്തായിരുന്നു അവിടുത്തെ എന്താണ് 1ാം റാങ്ക്, അതേപോലെ തന്നെ എന്താണ് ഡിഗ്രിയോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ BTechലോ 1ാം റാങ്ക്, അങ്ങനെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതേപോലെ ടാലൻറ്റഡ് മാത്രം പോരാ, എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഈ പറയുന്ന പോലെ തന്നെ സിലബസ് പക്ക കവർ ചെയ്ത് അതേപോലെ തന്നെ എന്താണ് ഏകദേശം ഒരു 30-35ഓളം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉൾപ്പെടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വരുന്ന അപ്കമിങ് എക്സാംസുകൾക്ക് നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു മുന്നോട്ടേക്ക് പോവുക. ഇനി ഒരു കാര്യം കൂടി പറയാം, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം, അതായത് ബിഗിനർ ആയിട്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ പ്രിലിംസിന്റെ നിലവിൽ എന്തുണ്ട്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്, അതൊന്ന് ചെയ്തു നോക്കുക. അതിലൊരു 65 മാർക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രീം 1 കാറ്റഗറി, അതായത് സാധാരണക്കാരായിട്ട് ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ഉദ്യോഗാർത്ഥിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 200-ൽ 77 ആയിരുന്നു. അപ്പോൾ അത് ഒരു 65 അല്ലെങ്കിൽ വേണ്ട ഒരു 60 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താഴെ ഒത്തിരി നെഗറ്റീവ് കമൻസ് ഒക്കെ വരും, കാരണം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്താണ് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പഠിക്കുക. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റെയും ബാച്ച് നിലവിൽ റണ്ണിങ് ആണ്. നല്ല എക്സാംസ് ആണ് ഇത് രണ്ടും. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏകദേശം 600-650ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്.
AGS ഓഫീസ്, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, അതേ AGS ഓഫീസ്, സെക്രട്ടേറിയറ്റ്, PSC ഓഫീസ്, അവിടെ ഒക്കെ നിങ്ങൾക്ക് നിയമനം കിട്ടുന്ന പോസ്റ്റാണ്. അതേപോലെ തന്നെ ASMൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OM വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ കിട്ടും. സെയിം സിലബസ് ആണ്. അത് തന്നെയാണ് ബെവ്കോ LDCക്ക് വരുന്ന സിലബസ്, അത് തന്നെയാണ് കമ്പനി ബോർഡ് LGSന് വരുന്നത്, അത് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ അതൊക്കെ അവിടെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.